13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ച് ഇസ്രായേൽ ഭവനം മുഴുവനുമെതിരെ അവിടുന്ന് അരുളി ചെയ്യുന്ന വചനം ശ്രവിക്കുവിൻ. ഭൂമിയിലുള്ള സകല ജനതകളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ സ്വന്തമായി ഗണിച്ചത്. അതിനാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. പ്രവാചക ദൗത്യം ആലോചിച്ചുറയ്ക്കാതെ രണ്ടുപേർ ഒരുമിച്ച് യാത്ര തിരിക്കുമോ? ഇരയെ കാണാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ? എന്തിനെങ്കിലും പിടിയിൽ ഒതുക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ? കെണി ഒരുക്കാതെ പക്ഷി കെണിയിൽ പെടുമോ? ഒന്ന് കുടുങ്ങാതെ കെണി വീഴുമോ? പട്ടണത്തിൽ കാഹളധ്വനി കേട്ടാൽ ജനങ്ങൾ ഭയപ്പെടാതിരിക്കുമോ? കർത്താവ് അയക്കാതെ പട്ടണത്തിൽ അനർത്ഥം ഉണ്ടാവുമോ? ദയവായി കർത്താവ് തന്റെ ദാസനായ പ്രവാചകന്മാർക്ക് തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതെ ഒന്നും ചെയ്യുന്നില്ല. സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദയവായി കർത്താവ് സംസാരിച്ചു, അവർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും. സമരിയയുടെ നാശം. അസീസിയയിലും ഈജിപ്തിലും ശക്തിദുർഗങ്ങളിൽ പ്രഖ്യാപിക്കുക. സമരിയയിലെ മലകളും ഒരുമിച്ച് കൂട്ടുവിൻ, അവളിലെ കലഹങ്ങളും മർദ്ദനങ്ങളും കാണുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, അക്രമവും കവർച്ചയും കൊണ്ട് തങ്ങളുടെ കോട്ടകൾ നിറയ്ക്കുന്നവർക്ക് നീതി പ്രവർത്തിക്കാൻ അറിയുകയില്ല. അതിനാൽ ദയവായി കർത്താവ് അരുൾ ചെയ്യുന്നു, ശത്രു നിങ്ങളുടെ ദേശം വളയും, നിങ്ങളുടെ പ്രതിരോധങ്ങൾ തകർത്ത് കോട്ടകൾ കൊള്ളയടിക്കും. കർത്താവ് അരുൾ ചെയ്യുന്നു, സിംഹത്തിന്റെ വായിൽ നിന്ന് ഇടയൻ ആടിന്റെ 2 കാലോ ചെവിയുടെ അറ്റമോ വീണ്ടെടുക്കുന്നത് പോലെ സമരിയയിൽ പാർക്കുന്ന ഇസ്രായേൽ ജനം കട്ടിലിന്റെ ഒരു മൂലയും കിടക്കയും ഒരറ്റവും കൊണ്ട് രക്ഷപ്പെടും. ദയവായി കർത്താവ് സൈന്യങ്ങളുടെ ദൈവം അരുൾ ചെയ്യുന്നു, നിങ്ങൾ കേട്ട് യാക്കോബിന്റെ ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ. ഇസ്രായേലിനെ അവന്റെ അതിക്രമങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കുമ്പോൾ ബഥേലിലെ ബലിപീഠങ്ങൾ ഞാൻ തകർത്ത് കളയും. ബലിപീഠങ്ങളുടെ വളർത്തോൺ ഞാൻ ഛേദിക്കും, അവ നിലം പതിക്കും. അവന്റെ ഹേമന്ത വസതികളിലും ഗ്രീഷ്മ ഭവനങ്ങളും ഞാൻ നശിപ്പിക്കും. ദന്തനിർമ്മിതമായ ഭവനങ്ങൾ തകർന്നു പോകും, മഹാസൗധങ്ങൾ നാമാവിശേഷമാകും. കർത്താവാണ് അരുൾ ചെയ്യുന്നത്. ദരിദ്രരെ പീഡിപ്പിക്കുകയും അവശരെ ചവിട്ടി അരയ്ക്കുകയും ഞങ്ങൾക്ക് കുടിക്കാൻ ചെയ്യുന്നത്. ദൈവജനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിനെ സ്തുതി.